വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ലോഗ്സ്. ഗൈസ് ഹസി ബേബി ഇവിടെ ഉണ്ട്. ഉറങ്ങി എണീറ്റുള്ളൂ. നമ്മളിപ്പോ കരളിൽ നിൽക്കുന്നത് ഉല്ലൂരാണ്. നമ്മൾ ഇവിടെ വീട്ടിലേക്ക് പോകും. അല്ല പൊന്ന? അല്ല പൊന്ന, ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ അമ്മ ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. ഹസ് ബേബി നല്ല ഉറക്കമായിരുന്നു ഹസ് ബേബി. അല്ലടാ പൊന്ന? എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറഞ്ഞ, വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതെ, ഇത് നോക്കി കഴിച്ചുണ്ടോ എന്റെ കൈയൊക്കെ ഇങ്ങനെ ചോന്ന കളറായിട്ട് ഇരിക്കുകയാണ്. അതൊരു സാധനം ചെയ്തു, അതുകൊണ്ട് ചോന്ന കളറായിട്ട് അതാണ് കാണിക്കണ്ടേ. ഹസ് ബേബി ഡാഡയുടെ കാല് പൊന്തിച്ചേ, ഡാഡയുടെ കാല്. ഹസ് ബേബി ഡാഡയ്ക്ക് ഒരു ഉമ്മ വന്നേ. ഇവനോട് ഉമ്മ ചോദിച്ചു കഴിഞ്ഞാല് ഇവൻ തരില്ല. പക്ഷെ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നോക്കിക്ക്. അവന് കൈക്കൂലി കൊടുക്കണം ഉമ്മ കൊടുക്കണമെങ്കിൽ. ഹസി ബേബി ഡാഡയ്ക്ക് ഒരു ഉമ്മ തന്നെ. ഡാഡ മിഠായി തരാം, അല്ലെങ്കിൽ ഡാഡ കായ വറുത്തത് തരാം. ഹസി ബേബി പോവാണ്. എങ്ങോട്ടോ കാണിക്കണം. മടിയിലേക്ക് കയറിയതാണോ? കാപ്പിയുടെ ചായ ആണോ അത്? ചായയാണ്. ചായ ഉണ്ട്. പിന്നെ വേറെ സാധനം ഉണ്ടായാലോ അവിടെ? ചിപ്സ് കാണുമ്പോ ഹസി ബേബി ചോദിക്കും ഡ്രസ് വേഗം വെട്ടിക്കണടാ. കയ്യില്ലല്ലോ ഹസി ബേബിക്ക് ഡ്രസ്സിന്. കയ്യില്ലല്ലോ, കയ്യില്ലാത്ത ഡ്രസ്സല്ല പോലല്ലേ. പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ണിക്ക് പാലൊക്കെ ആക്കി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ലവ് ലാപ്പിന്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ആയിരുന്നു. ഇതിലൊരു ബ്രസ്റ്റ് പമ്പ് ബോഡി, ഡക്ക് ബിൽ, വാൽവ്, ഡയഫ്രം, സിലിക്കൺ കുഷ്യൻ, സിലിക്കൺ ട്യൂബ്, USB ചാർജർ, ഒരു LED ഡിസ്പ്ലേ, ഒരു ബോട്ടിൽ, ഇതെല്ലാതും ഉണ്ട്. ഇത് കണക്ട് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ ഈസിയാണ്. ആദ്യം ബോട്ടിലും ബ്രസ്റ്റ് പമ്പ് ബോഡിയും കണക്ട് ചെയ്യുക. പിന്നീട് സിലിക്കൺ കുഷ്യൻ ബ്രസ്റ്റ് പമ്പ് ബോഡി ആയിട്ട് കണക്ട് ചെയ്യുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഡയഫ്രം വെക്കുക. ബോട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ താഴെയായിട്ട് ഡക്ക് ബിൽ വാൽവും കൂടി കണക്ട് ചെയ്യണം. അതിനുശേഷമാണ് ബോട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നീട് സിലിക്കൺ ട്യൂബ് വെച്ച് LED ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്യുക. ഈ സിലിക്കൺ ട്യൂബ് നനയാനായിട്ട് പാടില്ല കേട്ടോ. ഇതിൽ നമുക്ക് 2 മോഡ്സ് ആണുള്ളത്. അതൊന്ന് സ്റ്റിമുലേഷൻ മോഡും പിന്നെ ഒന്ന് എക്സ്പ്രഷൻ മോഡും. 9 ലെവൽ വരെ ഉണ്ട്. നമുക്ക് കംഫർട്ടായിട്ടുള്ള ലെവലിൽ നമുക്ക് പമ്പിങ് ചെയ്യാം. നമുക്ക് കംഫർട്ടായിട്ടുള്ള പൊസിഷനിലും രീതിയിൽ ഇരുന്ന് നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂ ബോൺ മദേഴ്സിനും അതുപോലെ വർക്കിംഗ് മദേഴ്സിനും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. അപ്പൊ നമുക്ക് പോവാം. ഉണ്ണി റെഡി ആയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ നമുക്ക് പോണ വഴിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആധാരത്തിന്റെ നമ്മുടെ സ്ഥലം മേടിച്ച കാര്യം ഉണ്ടല്ലോ, അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാരം കാര്യങ്ങളൊക്കെ ഇന്ന് വരും. അപ്പൊ അത് മേടിക്കണം. അത് മേടിക്കാനായിട്ട് നമ്മളിന്ന് പോവാണ് അല്ലേ. അതിനു വേണ്ടി നമുക്ക് പോണ വഴിക്ക് കയറണം. വേഗം കയറിക്കോ, വെയിലത്തുനിന്ന് വേഗം കയറിക്കോ. അമ്മ പോട്ടെ, കൊണ്ടുപോകാൻ പോട്ടെ. അതെ അമ്മ പിടിക്കാൻ പോതേട്ടാ. അമ്മ പിടിക്കാൻ പോതേട്ടാ. വരില്ല ഇനി വരില്ല. വണ്ടി കയറി നമ്മള് വരില്ല അല്ല പോട്ടാ. ഇപ്പൊ കൊണ്ടുപോട്ടോ. പൊന്നെ പിടിച്ചൂടാ. അമ്മാമ്മ കൊണ്ടോണ്ടാ. അപ്പൊ നമുക്ക് നേരെ പോവാം അല്ല പൊന്ന, പോവാം. കൊടുത്തോണ്ട് അപ്പൊ നമുക്ക് നേരെ പോവാം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബേബിനെ ഞാൻ എടുത്തു. നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കണം. ഇറങ്ങിക്കോ, സാധനം പോയി മേടിക്കാം. അത് മറ്റേത് നോക്കി മേടിക്കാൻ അറിയോ? നോക്കി മേടിക്കാൻ അറിയാന്ന് വെച്ചാൽ മറ്റേ കീഴാധാരം മൂലാധാരം ഒക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇത് ചെയ്തിട്ട് ഇപ്പൊ അത് എന്തിട്ടെങ്കിലൊക്കെ ചെയ്യാം അവര് ഈ വില്ലേജ് ഓഫീസിൽ. അവരങ്ങനെ എഴുതിയൊക്കെ വെക്കൂല്ലേ. പേജ് നമ്പർ ഇതൊക്കെ അതില് അവിടെ സ്കാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മള് ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നമുക്ക് ഡൗൺലോഡ് എടുക്കാനും പറ്റുന്നല്ലേ. അപേക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇതന്നെ സെയിം കോപ്പി കിട്ടും. 50 രൂപയുടെ പത്രത്തിൽ. വെച്ചോ ഇതിലത് അടച്ചോ. ഒന്നിനെ പിടിച്ചോ. ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വരണ വഴിക്ക്. അതല്ല മഞ്ച്. ഓ മഞ്ച് കവറിലുണ്ട്. അതൊരു കാണിക്കണേ.
എന്തിട്ടാ പറഞ്ഞ എന്തിട്ടാ അവന് തിന്നാനാണ്. ഉണ്ടാക്കി വെച്ചേക്കണേ നോക്കുള്ള എന്തൊരു സാധനം എന്തിനാടി മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചേക്കണ ചക്കവറത്താണോ ആണോ? ഓ അരിയുണ്ടാ നീ എന്നിട്ട് ഓടി വന്നേ ചക്കവറത്താന്ന് പറഞ്ഞപ്പോ അമ്മ ഓടി വന്നു ഇന്ന് അരിയുണ്ട് നിനക്ക് ഇഷ്ടമല്ല. അയ്യോ ഇതേ സ്ഥലത്തിന്റെ ആധാരം കിട്ടി. ആരുടെ സ്വപ്നം? എന്റെ എന്ത് ചെറുപ്പം തുടങ്ങിയുള്ളൊരു സ്വപ്നമായിരുന്നു. എന്തിട്ട്? പുറത്തു പോയി സ്ഥലം വാങ്ങിച്ച് പെരപണിയുന്നു. ഇപ്പൊ സാധിച്ചു. നന്ദി. അങ്ങനെ സ്ഥലം മേടിച്ചു. ബബ്ബാല് ഡാഡ ചോദിക്കാറുള്ള സാധനം എന്തായോ? ഇപ്പുറത്തതായോ? ഇപ്പുറത്തതാ അപ്പൊ തരാം. അപ്പൊ പോയി ആയി ഒരു ബബ്ബേ ഉള്ളൂടാ. വിളിക്ക് ബബ്ബാന്ന് വിളിക്ക്. ബബ്ബാനെ വിളിക്ക്. ബബ്ബാന്ന് വിളിക്ക്. നമ്മളെ ഇപ്പം വീട്ടിലെത്തി. നമ്മളൊന്ന് ചാലക്കുടിക്ക് പോയി ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചായ കുടിച്ചു, ചിക്കൻ തട്ടിപ്പത്തിരി കഴിച്ചത്. ഇതൊന്നും നമ്മൾ കാണിച്ചില്ല. നമ്മള് തിരക്കിന്റെ ഇടയില് വിശപ്പിന്റെ ഇടയിൽ നമ്മൾ കഴിച്ചില്ല. ഇപ്പൊ പറഞ്ഞ തിരക്കിന്റെ ഇടയിൽ വിശപ്പിന്റെ ഇടയിൽ കാണിക്കാനുള്ള അവസരം കിട്ടിയില്ല, നമ്മൾ മറന്നുപോയി. പക്ഷെ ഇപ്പൊ നമ്മള് എന്താ കപ്പയും മുട്ടയും കഴിക്കാൻ ഞങ്ങള് സ്ഥിരം കഴിക്കാറുള്ള കടയാണ്. ഇത് വന്നു നോക്കി കപ്പയും മുട്ടയും വന്നത് കണ്ടു. ഇതിന്റെ കൂടെ ഈ സാധനം കിട്ടും. ഇത് തുറന്നരോ? ഇതിന്റെ കൂടെ സാധനം ഉള്ളിയിലിട്ട സാധനം ഈ സാധനം ശരിക്കും നല്ല എരിവുണ്ട്. അതാ പറഞ്ഞ നല്ല നാടൻ മുളകും പിന്നെ മുട്ടയും കപ്പയും ഒക്കെ ഇട്ട സാധനമാണ്. നല്ല രസമാണ് അത്. നല്ല എരിവുണ്ട്. രസം ബീഫും പുറക്കും തന്നെയാണ്. എല്ലാം കഴിഞ്ഞു. നല്ല എരിവുണ്ടല്ലേ? ഈ മുളകും വേണ്ടാന്ന് കൊണ്ടു കഴിച്ചു വയ്ക്കുന്നുള്ളൂ. പോവാം നമുക്കെന്നാ പാർസൽ പഠിച്ച് പോവാം. ഹസി ബേബി കൊണ്ട് കൊടുക്കാം. അവന് കഴിക്കുമ്പോൾ എരിവുണ്ടാവുമല്ലോ. ആ ഈ മുളക് ഇട ഇതാണ് പ്രശ്നക്കാരൻ. ഇതിലാണ് ഇന്ന് വേണം മുളക് കിടക്കണം. ഹസി ബേബി ഇത് മമ്മയുടെ കയ്യിലൊരു സാധനം ഉണ്ട്. കപ്പയും മുട്ടയുണ്ടടാ. മുട്ടയുണ്ടടാ പൊന്നാ. ഇതെന്തിട്ടാ ഹസി ബേബി കഴിക്കണേ? ഹായ് ഡാഡിക്ക് തരോ? കുറച്ച് ഡാഡിക്ക് തരോ? ആ അങ്ങോട്ട് കൊണ്ടാ. ചൂടിടുന്ന ചൂടാലേ. ഇനി ഡാഡിക്ക് ഹസ് ബേബി കഴിച്ചോ? നോക്കിയേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടോ? നോക്കട്ടെ. ചൂടുണ്ടോ? ചിക്കൻ കറിയാണോ? ഈ കാണുന്നില്ല. മല്ലിയില ഉണ്ട് ഇവിടെ. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇടായിരുന്നു. കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. കഴിച്ചു നോക്കാം. ചപ്പാത്തി മധുര സാരില്ല. കുറുമ്പ വിശക്കണ്ട. ചപ്പാത്തിയും വന്നിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കനാണ് കഴിച്ചത് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ. പച്ചക്കറി ഇല്ലേ ചോദിക്കണ്ടായി എല്ലാവരും. ഇന്നിവിടെ പച്ചക്കറി ഇല്ല. അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാവും. അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാവാണ്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കും. അമ്മേ ഇറങ്ങിക്കോ. ഗൈസ് അപ്പൊ അത്രയ്ക്കുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ടാറ്റ ബൈ ബൈ. സീ യു ഗൈസ്. ഗുഡ് നൈറ്റ്.